യുവജനങ്ങൾക്ക് എപ്പോഴും പാർട്ടിയിലും അതുപോലെ സ്ഥാനാർത്ഥിത്വത്തിലും ഇടം നൽകുന്ന ഒരു പാർട്ടിയാണ് CPM. എത്ര കാര്യങ്ങൾ എന്തെല്ലാം എതിരായി പറഞ്ഞാലും ഈ വക കാര്യങ്ങളിൽ CPM യുവജനങ്ങളോട് നീതി പുലർത്താറുണ്ട്. അത് 2016-ലും 2021-ലും യുവനിരയെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരികയുണ്ടായി. 2016-ലെയും 2021-ലെയും വിജയത്തിന് ശേഷം 2026-ലും CPM ഇതേ തന്ത്രം തന്നെ ഉപയോഗിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാണ്ടൊരു 1/2 ഡസനിലധികം യുവജനങ്ങളെ ഇറക്കാനായിട്ട് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ യുവനിരയിൽ ആദ്യം വരുന്നത് ഒരു 2020 മുതൽ 2025 വരെ തിരുവനന്തപുരത്തിൻ്റെ തിലകക്കുറിയായിരുന്ന, തിരുവനന്തപുരത്തുകാർക്ക് വലിയ രോമാഞ്ചം ഉണ്ടാക്കിയിരുന്ന, ഇവിടെ ഇപ്പോൾ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നതിൻ്റെ കാരണക്കാരിയായിട്ടുള്ള ആര്യ രാജേന്ദ്രനാണ്. ആര്യ രാജേന്ദ്രനെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ഒരു കുടുംബ സംഗമത്തിൽ പോലും പങ്കെടുപ്പിച്ചില്ല. ഇവിടെ നിന്ന് നേരെ പാക്ക് ചെയ്ത് ബാലുശ്ശേരിയിൽ അങ്ങ് വിട്ടു. ബാലുശ്ശേരിയിലാണല്ലോ കണവൻ്റെ വീട്. മിക്കവാറും ബാലുശ്ശേരിയിൽ പ്രവർത്തനത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും വലിയ ഡാമേജ് പാർട്ടിക്കുണ്ടാകും എന്ന് മനസ്സിലാക്കി അവിടെയും രംഗത്തേക്ക് ഇറക്കിയില്ല. അങ്ങനെ മാറ്റി നിർത്തിയെങ്കിലും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വടക്ക് തന്നെ ഒരു സീറ്റ് ഒപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ CPMൻ്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള കൊയിലാണ്ടി മണ്ഡലമാണ്. അവിടെ നിലവിൽ MLA ഇല്ല. കാനത്തിൽ ജമീലയായിരുന്നു. അവർ അർബുദബാധിതയായി ഈ അടുത്ത സമയത്താണ് മരണപ്പെട്ടത്. ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ CPMൻ്റെ വളരെ സുരക്ഷിതമായ ഇടമായി കാണുന്നത് കൊണ്ട് ആര്യ രാജേന്ദ്രനെ അവിടെ നിന്ന് വിജയിപ്പിച്ച് തിരുവനന്തപുരത്ത് എത്തിക്കാമെന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തുകാരോട് പ്രതികാരം വീട്ടാമെന്നുള്ള ഒരു കണക്ക് കൂട്ടലുമാണ് ആര്യ രാജേന്ദ്രനുള്ളത്. അത് കൊയിലാണ്ടിക്കാരെത്രത്തോളം അത് അംഗീകരിക്കും എന്ന് തോന്നുന്നില്ല. കാരണം അവർ ഈ വരുത്തരെയൊന്നും അത്ര അംഗീകരിക്കാറില്ല. പ്രത്യേകിച്ച് തെക്കര് വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആര്യ രാജേന്ദ്രനെ പോലുള്ളവർ. ഈ തിരുവനന്തപുരത്ത് നടന്ന എല്ലാ പലതരത്തിലുള്ള, അതായത് കോർപ്പറേഷൻ്റെ ഭരണം തന്നെ ഇല്ലാതാക്കിയ ആര്യ രാജേന്ദ്രനെ അവിടുത്തുകാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് ഒറ്റപ്പാലം മണ്ഡലത്തിലേക്ക് വന്നാൽ അവിടെയും CPMൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ്. പാലക്കാട് CPMന് വേണ്ടിയിട്ട് രക്തസാക്ഷിയായിട്ടുള്ള P. സരിൻ കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥി മോഹിയായിട്ട് നിന്ന് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് CPMലേക്ക് ചാടിയത്. അപ്പോൾ ഇനിയും താൻ പാലക്കാട്ട് രക്തസാക്ഷിയാകാനില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സരിനെ ഒറ്റപ്പാലത്ത് നിർത്താനാണ് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത് വരുന്നത് ഒന്നാമത് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു ധീര വനിതയാണ്. ധീര യുവ വനിത എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വളരെ ചെറുപ്രായത്തിൽ തന്നെ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിച്ച ആ ധീര യുവ വനിത സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്ന് യുവജനങ്ങളെ എല്ലാം തന്നെ വേണ്ട തരത്തിൽ പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെയാണ് CPM പറയുന്നത്. ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. വെറും ചിന്തോ ജെറോം എന്നല്ല നമുക്ക് പറയേണ്ടത്, ഡോക്ടർ ചിന്തോ ജെറോം. അത് കൊടുത്തത് കേരള സർവകലാശാലയും ആണ്. അതുകൊണ്ട് തന്നെ ആ സർവകലാശാലയിലുള്ള വിശ്വാസ്യതയും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ചിന്തോ ജെറോമിനെ കൊല്ലത്ത് നിർത്താനാണ് ആദ്യം പാർട്ടി തീർച്ചപ്പെടുത്തിയത്. കൊല്ലത്ത് മുകേഷിനെ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇതിനെയും കൂടെ അങ്ങോട്ട് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ
ഒരുപക്ഷെ അവിടെ കെട്ടിവെച്ച പണം പോലും കിട്ടാത്തൊരവസ്ഥയിലെത്തും എന്ന് പാർട്ടി മനസ്സിലാക്കുന്നു. ചിന്തോ ജെറോമിന് പാർട്ടിയിൽ തന്നെ അതിശക്തമായ എതിർപ്പുണ്ട്. തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ എത്രത്തോളം പാർട്ടിയിൽ എതിർപ്പുണ്ടോ അതുപോലെ തന്നെ ചിന്തോ ജെറോമിനുണ്ട്. കൊല്ലം കാര്യമൊക്കെ ആണെങ്കിലും അവിടെ മത്സരിക്കാൻ ഇടം കൊടുക്കുന്നില്ല പാർട്ടി. അതുകൊണ്ട് നേരെ ആലപ്പുഴ ജില്ലയിലേക്ക് വന്ന് ഹരിപ്പാട് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ മത്സരിക്കാനാണ്. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ BJP 2ാം സ്ഥാനത്തേക്ക് പോയതാണ്. അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടമാണ്. BJP നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു ഫൈറ്റ് നടത്താൻ തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഹരിപ്പാട്. അവിടേക്കാണ് ചിന്തോ ജെറോം എത്തുന്നത്. എന്തായാലും ചിന്തോ ജെറോമിൻ്റെ പരാജയം നമുക്കിപ്പോഴേ ഉറപ്പിക്കാം. ഏതായാലും ഹരിപ്പാട് തന്നെ നിൽക്കട്ടെ. എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. അടുത്തത് വരുന്നത് വടകരയാണ്. വടകര CPMന് എന്നും ഒരു തലവേദനയാണ്. 2019 P. ജയരാജനെ K. മുരളീധരൻ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി 2024 കോൺഗ്രസിലെ യുവ നേതാവ് ഷാഫി പറമ്പിൽ CPMൻ്റെ അത്യുജ്വല വനിതയായിട്ടുള്ള KK ശൈലജയെ പരാജയപ്പെടുത്തി. അതിനു മുമ്പ് തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമ RMPയുടെ സ്ഥാനാർത്ഥിയായി UDFൻ്റെ പിൻബലത്തിൽ ജയിച്ചു വന്ന് CPMൻ്റെ നേരെ നിന്നുകൊണ്ട് തക്കതായ മറുപടിയാണ് നിയമസഭയിൽ കൊടുത്തത്. പിണറായി വിജയന് എപ്പോഴും ഭയമുള്ള ഒരു മണ്ഡലമായി മാറുകയാണിപ്പോൾ വടകര. അവിടെ പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് കാരണം KK രമയെ എങ്ങനെയും പരാജയപ്പെടുത്തണമെന്നുള്ള കണക്കുകൂട്ടലുണ്ട്. അതിനുവേണ്ടി ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയാണ്. സിനിമാ നടൻ, ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹി, യുവത്വത്തിൽ നിൽക്കുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് യുവജനങ്ങളുടെ വോട്ട് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് പാർട്ടിക്കുള്ളത്. അങ്ങനെ ബിനീഷ് കോടിയേരിയാണ് അവിടെ ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് വരുന്നത് പെരിന്തൽമണ്ണ മണ്ഡലമാണ്. EMSൻ്റെ നാടാണ്. പക്ഷേ അവിടെ ഇപ്പോൾ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് നജീബ് കാന്തപുരമാണ്. ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്. കേരള നിയമസഭയിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന മണ്ഡലം. വെറും 38 വോട്ടിന് മാത്രമാണ് നജീബ് ജയിച്ച് നിയമസഭയിൽ എത്തിയത്. അവിടെ DYFIയുടെ V. വസീഫിനെ ഇറക്കി വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള കണക്കുകൂട്ടലിൽ വസീഫിനെ ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റൊന്ന് പാലക്കാട്ടേക്ക് വന്നാൽ അവിടെ ആയിരിക്കും 2026 മറ്റ് വീറും വാശിയുമുള്ള ഒരു മത്സരം നടക്കാൻ പോകുന്നത്. അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കും എന്നാണ് ഇക്കുറി CPM തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 3ാം സ്ഥാനത്ത് നിൽക്കുന്ന CPMന് ഒന്ന് 2ാം സ്ഥാനത്തേക്കെങ്കിലും എത്തിക്കണം എന്നുള്ളത് കൊണ്ട് ഇന്നേ വരെ കോളേജിൽ കയറിയിട്ടില്ലാത്ത എന്നാൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള SFIയുടെ ധീരപുത്രനായ PM ആർഷോയാണ് പാലക്കാട്ട് നിർത്താൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. വലിയ ഗുരുത്വമുള്ള SFIയിലെ ഒരു കുട്ടി സഖാവാണ്. ഭാവിയിലെ ഏറ്റവും വലിയ നേതാവായി മാറേണ്ട ആർഷോയുമാണ്. അപ്പോൾ നോക്കണം, യുവ നേതൃത്വത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകിയിരിക്കുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ മഹത്വം നമുക്ക് ഇവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഏവർക്കും കേരളത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്നതാണ്. അപ്പോൾ അത് ഞാനിവിടെ 6 മണ്ഡലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 6 മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിയെ ഇറക്കുമ്പോൾ പാർട്ടിക്ക് കേരളത്തിലെ മറ്റ് 134 മണ്ഡലങ്ങളിലേക്ക് കൂടി അത് ബാധിക്കും എന്നുള്ളത് കൂടി അവർ മനസ്സിലാക്കിയിരുന്നാൽ നന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.